വാർത്തകളിലേക്ക്. പത്തനംതിട്ട തിരുവല്ല വേങ്ങലിൽ കാറിന് തീപിടിച്ച് 2 പേർ വെന്തു മരിച്ചു. കാറിനുള്ളിലാണ് ഇവരെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഒരു സ്ത്രീയും പുരുഷനുമാണ് മരിച്ചത്. മരിച്ചവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. തിരുവല്ലയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. തലശ്ശേരി സ്വദേശികളാണ് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും പ്രാഥമികമായുള്ള വിവരങ്ങൾ മാത്രമാണ് ലഭ്യമാവുന്നത്. സ്ത്രീയും പുരുഷനുമാണ് എന്നതിലേക്കാണ് വിവരങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ആരാണ് എന്നുള്ളത് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. നിതിൻ തോമസ് ചേരുന്നു. നിതിൻ, പോലീസ് എന്താണ് പറയുന്നത്? ആരാണ്, എവിടുത്തുകാരാണ് മരിച്ചിരിക്കുന്നത്? ധന്യ, തിരുവല്ല വേങ്ങശ്ശേരിയിലുള്ള ഒരാളുടെ വാഹനമാണ് എന്നാണ് ഇപ്പോൾ നിലവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. വാഹനത്തിനുള്ളിൽ ഒരു സ്ത്രീയുടേതും അതുപോലെ തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഫോറൻസിക് സംഘത്തിന് വേണ്ടിയിട്ട് പോലീസും എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഫയർഫോഴ്സ് വന്ന് തീ അണച്ചിരുന്നു. ഫയർഫോഴ്സ് വന്ന് തീ അണച്ചതിന് ശേഷം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഫോറൻസിക് സംഘവും വന്ന് പരിശോധന നടത്തിയാൽ മാത്രമേ എത്തരത്തിലാണ് ഒരു തീ പടർന്നു പിടിച്ചത് എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. തിരുവല്ല വേളൂർ മുണ്ടകം റോഡിലാണ് ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് തീ പിടിച്ചത്. കാരണം എത്തരത്തിലാണ് തീ പിടിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിയണം. പോലീസ് സംഘം രാവിലെയും വൈകുന്നേരവും ഇതുവഴി പട്രോളിംഗ് നടത്താറുണ്ട്. അത്തരത്തിൽ പട്രോളിംഗ് നടത്തിയ ഒരു പോലീസ് സംഘത്തിന്റെ മുന്നിലേക്കാണ് ഈ രീതിയിൽ വന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചേരുന്നുണ്ട്. പെട്രോളിംഗിന്റെ സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു കണ്ടത്. സർ, ഈ പെട്രോളിങ്ങിന് വന്ന സമയത്തല്ലേ ഇത് കണ്ടത്? അതെ, നോർമൽ പെട്രോളിങ്ങിന് വന്നപ്പോൾ കണ്ടതാണ്. എവിടെ വെച്ചിട്ടാണ് കണ്ടത്? ഞങ്ങൾ ഇവിടുന്ന് ഈ സ്പോട്ട് ആളൊന്നുമല്ല നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ആളവസ്ഥ ഉടൻ തന്നെ നമ്മൾ ഫയർഫോഴ്സ് ഒരു സെക്കൻഡ് ഭയങ്കര ആളുകത്ത് ഈ ഏരിയ അധികം ആൾ താമസം ഇല്ലാത്തൊരു ആളുകളിങ്ങനെ പിന്നെ പുറത്തുള്ളവരിങ്ങനെ കാറ്റുള്ളവരും മറ്റുമായിട്ട് വരാറുണ്ട്. അല്ലാതെ തുടക്ക ഭാഗത്തും ഇതിപ്പം പ്രാഥമികമായിട്ട് ആരാന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്? നഗരസഭ കൗൺസിലർ അതിലത്തെ കാറിന്റെ നമ്പർ എടുത്താൽ വീട്ടിൽ പോയിരുന്നു. അതിലത്തുള്ളവരെ കാറും തിരുവല്ല നഗരസഭയിലെ 27-ാം വാർഡിൽ പെടുന്ന ഒരാളുടെ കാറാണ് എന്നാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നഗരസഭ കൗൺസിലറും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാഡം, ഇത് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്? വാഹനം കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വെച്ചിട്ട് നമുക്ക് ഊഹിക്കാനല്ലേ പറ്റത്തുള്ളൂ. ആ വീട്ടിലിപ്പം ഈ വാഹനം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞ വീട്ടിലിപ്പോ ആളുകളുണ്ടോ? ആരുമില്ല എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട് പോലീസുകാർ. ആരൊക്കെയാണ് അവര്? പേരെന്തായിരുന്നു? രാജു, ഒഫീഷ്യൽ പേര് രാജു എന്നാണ്. ലിജോ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ലിജോ ലൈറ്റ് മാമയും അത് രണ്ടുപേരുമാണ് ഒക്കെ താമസിക്കുന്നത്. ഒരു മോനെ ഉള്ളൂ, ജോർജി എന്നാണ് പേര്. മകനിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. വേറെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ ഇവരെ തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ? ബന്ധുക്കൾ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പം പ്രാഥമികമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇവരാണെന്നാണ്. വീട്ടിൽ ഇവരും ഇല്ലാതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതങ്ങ് നിഗമിക്കുക. അത് അവരുടെ വണ്ടി അവർ മാത്രമല്ല വേറെ ആരും എടുക്കാറുമില്ല, വേറെ ആർക്കും അങ്ങനെ കൊടുത്തു വിടാറുമില്ല. അതുകൊണ്ട് നമുക്കത് അങ്ങനെ സ്ഥിരീകരിക്കാനേ നമുക്ക് ഇപ്പം പറ്റുന്നു, നിലവിൽ സാധിക്കുന്നുള്ളൂ. അതെ, നിലവിൽ ഈ വേങ്ങശ്ശേരി വീട്ടിൽ തിരുവല്ല നഗരസഭയിലെ 27-ാം വാർഡിൽപ്പെടുന്ന വേങ്ങശ്ശേരി വീട്ടിൽ രാജു എബ്രഹാമിന്റെ വണ്ടിയാണെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുപോലെ അവര് തന്നെയായി. ശരി നിതിൻ, പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകി വരുന്നേ ഉള്ളൂ.